ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഗ്നോയുടെ ബികോമിലെ തേർഡ് ഇയറിലെ ഒരു സബ്ജക്റ്റായ BCOE 142 മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ പേര് നോക്കുമ്പോൾ തന്നെ അതിലുണ്ടല്ലേ അക്കൗണ്ടിങ് എന്ന്. അക്കൗണ്ടിങ് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. കോസ്റ്റ് അക്കൗണ്ടിങ് നിങ്ങൾ പലരിലും പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ. കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ക്ലാസ്സസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉള്ള മൂന്നാമത്തെ ഒരു ബ്രാഞ്ചാണ് അക്കൗണ്ടിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ബേസിക്കലി വരുന്നത് എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടിങ്. ഓക്കെ, അതായത് ഇപ്പം നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിന് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് അവർക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പം എക്സ്പാൻഡ് ചെയ്യണോ, ഡൈവേഴ്സിഫൈ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ആർക്കെങ്കിലും ഔട്ട്സോഴ്സ് കൊടുക്കണോ, സബ് കൊടുക്കണോ, അങ്ങനെയുള്ള കുറേ തീരുമാനങ്ങളും പിന്നെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനത്തെ കുറേ മാനേജറിയൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതാണ് സബ്ജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ സിലബസിലെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. Introduction. There are different objectives of a business enterprise. The most important one being still profit maximization. അതായത് ഒരു ബിസിനസ് എൻ്റർപ്രൈസിന് പല തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. To undertake this process of making profit, a firm needs to use its available resource efficiently and perform certain activities. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്രോസസ്സ് അണ്ടർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫേം അവർക്കുള്ള എല്ലാ റിസോഴ്സസും എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും യൂട്ടിലൈസ് ചെയ്യണം. അതേപോലെ തന്നെ എഫക്റ്റീവായിട്ട് ഓരോ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യണം. In order to achieve these objectives, a firm needs to undertake different transactions such as purchases, sell in the market, make and receive payments, and perform different operational activities. അതായത് ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഫേം പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതായത് സാധനങ്ങൾ വാങ്ങിക്കണം, അത് മാർക്കറ്റിൽ വിൽക്കണം, പേയ്മെൻറ്റ് വാങ്ങിക്കുകയും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. പിന്നെ പലതരത്തിലുള്ള ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യേണ്ടതായിട്ടും വരും. All these events affect the efficiency of an organization and can be measured in monetary terms. ഈ എല്ലാ ഇവൻറ്റ്സും ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയും ഈ ഓരോ ഇവൻറ്റ്സും നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. These activities need to be quantified, recorded, analyzed and reported to evaluate its impact on the organization. ഈ എല്ലാ ആക്ടിവിറ്റീസും ഒരു എൻ്റർപ്രൈസ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്ത് അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. ഈ ആക്ടിവിറ്റീസിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കണം. ദിസ് ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് അബൌട്ട്. ഇതിനെ പറ്റിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൂടുതലായിട്ടും കൺസേൺ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് പറയാമെങ്കിൽ അതായത് ഒരു ബിസിനസ് എൻ്റർപ്രൈസിന് പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല ഒബ്ജക്റ്റീവ്സും ഒരു ബിസിനസ് എൻ്റർപ്രൈസിനുണ്ട്. അങ്ങനെ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കണം, മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് അവർക്കുള്ള എല്ലാ റിസോഴ്സസും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ്
ആയിട്ടും യൂസ് ചെയ്യണം. അന്നേരം പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസിലൂടെ ഈ ബിസിനസ് എൻ്റർപ്രൈസ് കടന്നു പോകും. അതായത് സാധനങ്ങൾ വാങ്ങിക്കും, അവരുണ്ടാക്കുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ വിൽക്കും, അവർ റെസിപ്റ്റ് തയ്യാറാക്കും, പേയ്മെൻറ്റ് തയ്യാറാക്കും, അല്ലേ? അതുപോലെ തന്നെ പല ഓപ്പറേഷണൽ ആക്ടിവിറ്റീസും അവർ പെർഫോം ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവയെല്ലാം നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഈ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് ക്വാണ്ടിഫൈ ചെയ്ത് അനലൈസ് ചെയ്യണം. പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. ഇതും കൊണ്ടൊക്കെ, ഈ ട്രാൻസാക്ഷൻസ് കൊണ്ടൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇതാണ് ബേസിക്കലി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൺസേൺ ആയിട്ടുള്ളത്. In this unit, we will cover concept of management accounting, its objectives and scope of management accounting. We shall also discuss its basic difference from financial accounting and cost accounting. ഈ യൂണിറ്റിൽ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും സ്കോപ്പും പഠിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്നുള്ളതും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കും. Meaning of management accounting. Till the 18th century, most of the business organizations were smaller in size and mostly family run. 18-ാം നൂറ്റാണ്ട് വരെ മിക്ക ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ചെറുതുമായിരുന്നു. അതിൽ മജോറിറ്റിയും കുടുംബങ്ങൾ നോക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് ആയിരുന്നു. ആസ് എ ഫാമിലി ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ഇൻ സൈസ്, സ്കോപ്പ് ആൻഡ് പ്രൊഡക്റ്റ് ലൈൻ ബിക്കം മോർ എക്സ്റ്റെൻഡഡ് ആൻഡ് കോംപ്ലക്സ്. അതായത് ഈ ഫാമിലി ഓർഗനൈസേഷൻസൊക്കെ ഒത്തിരി കൂടാൻ തുടങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഈ പ്രൊഡക്റ്റൊക്കെ ഒരുപാട് കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ട് വരാൻ തുടങ്ങി. With the further enhancement in technological changes and globalization, it has become necessary to keep a track of information apart from financial transactions. ടെക്നോളജിയും ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ നിന്ന് അല്ലാതെ വേറെ ഒരു ഇൻഫോർമേഷൻ എപ്പോഴും നമ്മൾ ട്രാക്ക് ചെയ്യണം എന്നുള്ളത് ഒരു നെസസറി ആയിട്ട് മാറി. Management accounting collects data from cost accounting and financial accounting and provides all the information needed by management to make a decision. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്തിട്ട് മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ ഇൻഫോർമേഷനും പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. മനസ്സിലായോ? അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്തിട്ട് മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് കുറേ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കുറേ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ ആ ഡെഫിനിഷൻസിനെ എല്ലാം ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു പാരഗ്രാഫിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ട് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ക്ലാരിഫൈ ചെയ്തത്. ഓക്കെ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, അക്യുമുലേഷൻ, അനാലിസിസ്, പ്രിപ്പറേഷൻ, ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇൻഫോർമേഷൻ പ്രസൻറ്റഡ് ബൈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനെ ഐഡൻറ്റിഫൈ ചെയ്ത്, മെഷർ ചെയ്ത്, അക്യുമുലേറ്റ് ചെയ്ത്, അനാലിസിസ് ചെയ്ത്, പ്രിപ്പയർ ചെയ്ത്, ഇൻ്റർപ്രറ്റ് ചെയ്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ മാനേജേഴ്സ് ഫോർ പ്ലാനിങ്, എക്സിക്യൂട്ടിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് along with performance evaluation of management functions. ഈ ഒരു പ്രോസസ്സ് മാനേജ്മെൻറ്റിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പ്ലാൻ ചെയ്യാനും ഡിസിഷൻസൊക്കെ എടുക്കുന്നതിനും അതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ പെർഫോമൻസ് അല്ലെങ്കിൽ ഓരോ പ്ലാൻ ആയാലും എക്സിക്യൂട്ട് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ മാനേജേഴ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അലോങ് വിത്ത് പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും മാനേജേഴ്സിനെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡ്യൂട്ടി. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഓവർവ്യൂ ആണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ബാക്കി പോർഷൻസൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. താങ്ക് യു.